Hey guys, welcome back to our channel. അപ്പം നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഒരു ഞാനിപ്പോൾ അത് കാണുന്നത് ഇതൊരു റിയാക്ഷൻ വീഡിയോ ആണ്. റിയാക്ഷൻ വീഡിയോ എന്നല്ല, എന്നെ പറ്റിയിട്ടും സഫയെ പറ്റിയിട്ടും. അതെ, അപ്പം എന്നെയും സഫൂനെയും പറ്റിയിട്ട് വളരെ മോശമായിട്ട് ഒരു സ്ത്രീയാണോ അല്ല അമ്മൂമ്മയാണോ എന്നൊന്നും എനിക്കറിയൂല. കണ്ടിട്ട് ഏകദേശം നല്ല പ്രായം തോന്നിക്കുന്നുണ്ട്. അതെ, മുപ്പത്തിക്ക് വേറെ ഫണ്ട് കിട്ടാൻ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്ത കുറേ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും മുപ്പത്തിയുടെ വീഡിയോ, അതായത് ഈ സ്ത്രീയുടെ വീഡിയോ നമുക്ക് കാണാം. സ്റ്റാർട്ടിങ് നമുക്ക് പ്ലേ ചെയ്യാം ഗൈസ്. എനിക്കപ്പോ നല്ല വിഷമമുള്ളതുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ആലോചിക്കലുണ്ട്. സഫു കരയണ ഒരു വീഡിയോ ആണ്. മനസ്സിലാവില്ല, നമ്മള് നമ്മുടെ കണ്ണിൽ കാണൂല്ലേ, അപ്പൊ നമുക്കത് മനസ്സിലാവും. ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യം തന്നെ കണ്ടേക്കണ വീഡിയോ അതെന്താണ് സഫു? അത് കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ ഇത്രയും ആൾക്കാരിൽ നിന്ന് അനുഭവിച്ചു. അങ്ങനെ വേറൊരു സിറ്റുവേഷൻ പറഞ്ഞോണ്ട് ഞാൻ എന്നെ പറ്റി പോസിറ്റീവായിട്ട് പറയണേ. ഇവര് അതിനെ നെഗറ്റീവായിട്ടാണ് വീഡിയോ എടുത്ത് സംസാരിക്കുന്നത്. അത് കരഞ്ഞത് എപ്പോ? ഫസ്റ്റ് മാരേജ് കഴിഞ്ഞപ്പോ നമ്മള് മാരേജ് കഴിഞ്ഞ സമയത്ത് എടുത്ത വീഡിയോ ആണ്. ആ സമയത്തിന് അങ്ങനെ പറയുന്നുണ്ട്, മാനു എത്ര സ്ട്രഗിൾ ചെയ്തു, മാനു പാവാണ് എല്ലാം ചെയ്ത് അങ്ങനെ പറഞ്ഞറിയാണ്ട് കരഞ്ഞു. ഇപ്പൊ കരയരുതാന്ന് തോന്നുന്നു, അവർക്ക് കണ്ടന്റ് ആയില്ല ഞാൻ കരഞ്ഞ കൊണ്ട്. അപ്പൊ നമുക്ക് ഇദ്ദേഹത്തിന്റെ സ്റ്റാർട്ടിംഗ് വീഡിയോ സ്റ്റാർട്ട് ആവാൻ പോവുകയാണ്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. തൊപ്പിയൊന്നുമില്ല, മൊയിലാർച്ചീന്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കണത്. അപ്പം എന്തായാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്തായാലും നല്ലത് പ്രാർത്ഥിക്കുമെന്ന് അറിയാം. അപ്പൊ നമുക്ക് ബാക്കി കാണാം. ബാക്ക് ടു മൈ ചാനൽ. റിഫാൻ അറിയാത്തവര് ആളുകൾ ഉണ്ടാവല്ല. റിഫാന്റെ കൂടെ റിഫാന്റെ ഭർത്താവിന്റെ പേര് ചേർക്കുമ്പോഴും കൂടുതൽ പിന്നെ അറിയാം. പക്ഷെ എനിക്ക് അതിനുള്ള മനസ്സില്ല. അങ്ങനെയാണ് അറിയപ്പെട്ടതും എല്ലാവരും അറിയാനുള്ള ഒരു കാരണവും അത് തന്നെയാണ്. കാരണം അവളെ കൂടെ പേര് ചേർക്കാനുള്ള യോഗ്യത പോലും അവന് ഇല്ല. ആ യോഗ്യത തനിക്കെന്താണ്? ആത്മഹത്യ ചെയ്യുന്നവർക്ക് ഇത്ര യോഗ്യത ഉണ്ടോ? അടച്ചോന്റെ ഇതിനകത്ത് അവർക്ക് യോഗ്യത ഇല്ല എന്നാണ് നമ്മുടെയൊക്കെ അറിവ്. അവർക്ക് ഇത്ര യോഗ്യത നീ കാണിക്കുന്നുണ്ടെങ്കിൽ നിന്റെ യോഗ്യത എന്താന്ന് നമുക്ക് മനസ്സിലാവും എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ അവൻ്റെ പേര് ചേർക്കുന്നില്ല. അപ്പോൾ റിഫാന്റെ ഒരു അവസ്ഥ, എത്രത്തോളം സ്നേഹിച്ചിട്ട് വിശ്വസിച്ചിട്ട് കല്യാണം കഴിഞ്ഞ, എത്രത്തോളം സ്നേഹിച്ചിട്ട് എത്രത്തോളം വിശ്വസിച്ചിട്ട് ഞാനാണ് പറയേണ്ടത്. ഭർത്താവന്നെ അവളെ വഞ്ചിച്ചിട്ട് പിന്നെ രണ്ടാമത് അവൾക്ക് ഇവന്റെ കൂടെ അഡ്ജസ്റ്റ് ആയി ജീവിക്കാൻ പോലും പറ്റാതാകുമ്പോൾ ഉള്ള ഒരു കുഞ്ഞിനെ, അസാൻ മോനെ പോലും ചിന്തിക്കാണ്ട് അവൾ യൂസൈഡ് ചെയ്തു. കാരണം അവൾ ഒരു ചെറിയ ബുദ്ധിമോശം ഞാൻ പറയും. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം എന്താ പറയുക, എല്ലാവരും മനസ്സിൽ ഒരേ മൈൻഡിൽ ഒരേ സെറ്റിൽ നടക്കുക എന്നവരല്ല. ചിലപ്പോൾ മൈൻഡ് വീക്കാവും. ആ വീക്കാവുന്ന നേരത്തെ അങ്ങനെ ചെയ്തു പോവും. പക്ഷെ ഒന്നുകൂടി നമ്മൾ ചിന്തിച്ച് വേണം ആ ഒരു ഡിസിഷനിലേക്ക് എടുക്കുന്നവർ ആരെങ്കിലും. അപ്പോൾ അവൻ്റെ അല്ല, ഒരു മിനിറ്റ്, ഞാന് മിസ്റ്റർ എനിക്ക് ചോദിക്കാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിശ്വസിച്ച് എന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് നിങ്ങളെങ്ങനെ അറിഞ്ഞു? എന്നെ സ്നേഹിച്ച് എന്നെ കല്യാണം കഴിക്കുമ്പോൾ വേറൊരാളോട് അങ്ങനെ പ്രണയം തോന്നോ? അതിനുള്ള ആൻസർ ഈ തള്ളക്ക് വേറെ പണിയൊന്നും ഇല്ലാണ്ടല്ലേ ഈ വീഡിയോ ഇല്ലാത്ത ഈ വീഡിയോ ഈ തള്ള ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനും നല്ലത് വല്ല ആർക്കും കൂടെ കടന്നിട്ട് പൈസയാക്കുന്നതാണ് അതിനും ബെറ്റർ ആയിട്ട് തോന്നുന്നത് എനിക്ക്. കാരണം ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്നതിനും നല്ലത് ഈ ഇത്രയും ചെറ്റത്തരമായ വീഡിയോ ചെയ്യുന്നതിനും നല്ലത് ആരും കൂടെ അങ്ങനത്തെ പണിക്ക് പോയിട്ട് കൈകൊട്ടാൻ പോയിട്ടാണെങ്കിലും പൈസ കിട്ടും. അതെ, അവർക്കുണ്ട് ഒരു സ്റ്റാൻഡേർഡ്.
ജീവിക്കുന്നതെന്നുണ്ട്. അവർക്കുണ്ടൊരു സ്റ്റാൻഡേർഡ്, അവർ വെടിപ്പെണ്ണിനാണെങ്കിലും അവർക്കുണ്ടൊരു സ്റ്റാൻഡേർഡ്, അത് വരെ തനിക്കില്ലാണ്ടായിപ്പോയി എന്നാണ് എനിക്ക് തൻ്റെ ഈ സംസാരം കേട്ട് തോന്നുന്നത്. താൻ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കണതും ആര് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്താ പറയാ, ഒരു കാര്യം അന്വേഷിക്കാണ്ടും ഒരു വിചാരമുണ്ട് റിഫാനെ സപ്പോർട്ട് ചെയ്താലാണ് ഇവർക്ക് റീച്ച് കിട്ടുക, അങ്ങനൊക്കെ ഒരു സംഭവം ഉണ്ടല്ലേ, ഇവർക്ക് നെഗറ്റീവ് കിട്ടുമല്ലേ നമ്മള്. അല്ല, ഒരു മിനിറ്റ്, ഒരു സമയത്ത് നമ്മള് കുറച്ച് ബുദ്ധിമുട്ടി നിൽക്കണ, എല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു സമയം വരും. ആ സമയത്തൊന്നും ഈ നാറികളെ ഒരു മൈരന്മാരും കണ്ടിട്ടില്ല. ആ സമയത്ത് ഒരാൾ ഒരു ഹെൽപ്ഫുൾ ആയിട്ട് വന്നവരാണ് ഈ സംസാരിക്കുന്നെങ്കിൽ നമുക്ക് പിന്നെയും പറയാം, ഒരു സമയത്ത് നമ്മൾ അവര് ഹെൽപ്പ് ചെയ്തിനി, അപ്പൊ അവരെ ആ രീതിയിൽ അവർ സംസാരിക്കുന്നത്. ഈ തള്ളച്ചിയെല്ലാം എന്തിനാ ഇപ്പൊ വരുന്നതെന്ന് അറിയൂല സത്യം പറഞ്ഞെങ്കിൽ. നമുക്ക് ബാക്കി കാണാം, ഒരു പരസ്യം കേൾക്കാം. രണ്ടാം വിവാഹമായ സഫന്റെ കൂടെ ഭയങ്കര വീഡിയോ ആയി, എന്താ പറയാ, ഭയങ്കര സജീവമായിരുന്നു. പക്ഷെ പേരിലും റിഫാന്റെ ഒരു സാമ്യമുള്ള ഒരു പേരാണ് ഷഫ. അതുമല്ലാണ്ട് അവളുടെ ഗെറ്റപ്പിൽ അവളുടെ ഡ്രസ്സിങ്ങിൽ ഫുള്ള് നമ്മുടെ റിഫാന്റെ പോലെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഫസ്റ്റ് തൊട്ട് എങ്ങനെയാണോ ഞാൻ നടക്കുന്നത് അതുപോലെ തന്നെ നടക്കണേ. ഇപ്പൊ കുറച്ചിങ്ങനെ മോഡേൺ കുറഞ്ഞെങ്കിലുള്ളൂ. ഇതിൽ നല്ല രീതിക്ക് തന്നെയാണ് ഞാൻ മുന്നേ നടന്നിട്ടുള്ളത്. അപ്പൊ അവളുടെ കോസ്റ്റ്യൂം പോലെ അല്ല ഞാൻ നടക്കുന്നത്, ഞാൻ എൻ്റെ രീതിക്കാണ് നടക്കുന്നത്, ഞാൻ എൻ്റെ ഐഡന്റിറ്റിയിലാണ് നടക്കുന്നത്. ഓക്കെ, ഒരു സംഭവമുണ്ട്. ഈ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ വിളിക്കലുണ്ടല്ലോ കല്യാണോ മാരേജാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ സമയത്ത് അവർ ഈ ന്യൂസൊക്കെ കേട്ടപ്പോൾ ഒരിതുണ്ടായല്ലോ, മേനുമായിട്ട് അവിഹിതം കണ്ടെത്താണ് റിഫ മരിച്ചത്, പിന്നെ റിഫാനെ പോലെ നടക്കാൻ നോക്കുന്നു സഫ, അങ്ങനെയൊക്കെ ഒരു കണ്ടപ്പോൾ തന്നെ അവൾമാർക്ക് നല്ല ദേഷ്യം വന്നിട്ട് അവൾമാർ പറഞ്ഞ്, എടി നമുക്ക് മീഡിയയുടെ മുമ്പിൽ പറഞ്ഞാലോ സഫ എങ്ങനെയാണ്. ഞാൻ ഒന്നാമത് തെറിച്ചടക്കണ്ട. ഇപ്പൊ അവർക്ക് അറിയാം എന്റെ ക്യാരക്ടർ. എന്റെ കൂടെ കൂടിയോണ്ട് ഇങ്ങനെ കുറച്ച് സൈലന്റ് നടക്കുന്നേ ഉള്ളൂ. കാരണം മേനും എല്ലാത്തിനും തെറിക്കാൻ വിടുകയൊന്നും ചെയ്യില്ല. അത് ശരിയാ. അപ്പൊ അതിൻ്റെതായ ഒരു അച്ചടക്കം ഉണ്ടാവും മാരേജ് കഴിഞ്ഞെങ്കിൽ. അപ്പൊ അവള് പറഞ്ഞ് ഞാനൊരു തെറിച്ചിങ്ങനെ തുള്ളിച്ചാടി അങ്ങോട്ട് ചാടി മതിൽ ചാടി. അപ്പൊ എന്റെ ക്യാരക്ടറിലാണ് ഞാൻ നിൽക്കുന്നത്. മീൻസ് മാങ്ങൊക്കെ പറിക്കാൻ അങ്ങനെ കുറെ മാങ്ങൊക്കെ പറിക്കാൻ. അപ്പൊ അതൊക്കെ ആൾമാർക്ക്. അപ്പൊ ആൾമാർ പറയാം നമുക്ക് മീഡിയ പറഞ്ഞാലോടി സഫ കല്യാണം കഴിഞ്ഞിരുന്ന സമയത്താണ് ഇന്ന പുള്ളിക്കാരി മരിക്കുന്നത് നമുക്ക് പറഞ്ഞാലോ. അവർക്ക് എന്നെ കണ്ടിട്ട് ഇറിറ്റേഷൻ, അവർക്ക് എന്നെ ദേഷ്യം തന്നെ. പിന്നെ സഫയുടെ ക്യാരക്ടർ ഇങ്ങനെയാണ്, സഫയുടെ ഡ്രസ്സിങ് ഇങ്ങനെയാണ്, അവർക്ക് അത് വന്ന് പറയണമെന്നുണ്ട്. ഇൻഷാല്ലാ ഒരു കല്യാണം ഉണ്ട്. ആ കല്യാണത്തിന് പോയി എന്റെ ഫ്രണ്ട്സിനെ കാണുകയാണെങ്കിൽ അവർ വീഡിയോയിൽ പറയും, നോക്കാം നമുക്ക് ഉള്ളത്. അപ്പൊ ആർക്കും റിഫാനെ പെട്ടെന്ന് മറക്കാൻ പോലും പറ്റുന്നില്ല. കാരണം അവന്റെ കൂടെ ആ ഒരു ഡ്രസ്സിങ്ങിലും പേരിലും നിൽക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന സഫാനല്ല റിഫാനാണ് ഓർമ്മ വരുന്നത്. അപ്പൊ ആ റിഫാന്റെ പേരും പറഞ്ഞിട്ട് കൊറേ ഞാനിപ്പോ വന്നിട്ടുള്ളൂ ഗൈസ്. ഇവളെ സൈബർ ബുള്ളിങ് കൊടുത്തിട്ടുണ്ട്. കാരണം സൈബർ അറ്റാക്ക് ആയ ഒരു പെൺകുട്ടിയാണ് സഫ. ആ സഫാക്ക് റിഫാന്റെ മേളിൽ പോലും ഒരു ദേഷ്യം വെറുപ്പ് പോലും വന്നിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. കാരണം സത്യം പറഞ്ഞാൽ ഞാൻ അയാളെ വെറുത്തോണ്ടിരിക്കുകയാണ്. കാരണം അവൾ കാരണമാണല്ലോ ഞാൻ ഇത്ര അനുഭവിക്കണേന്ന് ഓർക്കുമ്പോൾ നിങ്ങളുടെ നാക്ക് കാരണം ഞാൻ സത്യം പറഞ്ഞാൽ വെറുക്കുന്നുണ്ട്. എനിക്ക് ഒരു കണ്ണീച്ചോയെ തോന്നുള്ള വെറുക്കാൻ വേണ്ടിയിട്ട്. കബറി പോയ ആളാണ്, മരിച്ച ആളാണ്, ഈ ലോകത്തില്ല. എന്നിട്ട് പോലും ഞാൻ വെറുത്തോണ്ടിരിക്കേണ്ടത് നിങ്ങൾ കാരണം. അത്രയുടെ കണ്ണീച്ചോര വരെ പോയി നിങ്ങളുടെ ഓരോ വാക്കുകൾ കാരണം. ഒരു മനുഷ്യനെ ഇങ്ങനൊന്നും ചേഞ്ച് ആക്കരുത്. അപ്പൊ നിങ്ങളുടെ നാക്കൊന്ന് അടക്കി വെക്ക്. ഇത്ര നാളും എനിക്ക് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ട് പോലും ഞാൻ നോർമലി മാന്യമായിട്ട് തന്നെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരുന്നത്. ആദ്യം മാന്യമായിട്ട് കൊടുത്ത്, പിന്നെ ഞാൻ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലൊരു അനുഭവം വരും, നിങ്ങൾ എന്തായാലും ഇടങ്ങേറാവും. കാരണം നിങ്ങളുടെ ആ ടൈപ്പിങ്ങിലെ ചെറിയ കമന്റ് പോലും ഒരാളുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലൈഫിൽ എന്തായാലും നിങ്ങൾ അനുഭവിക്കണം. ഞാൻ പടച്ചോനൊന്നല്ലത് പറയാം, പക്ഷേ ഞാൻ ഒരു മനുഷ്യനാണ്, എനിക്കുണ്ട് ഫീലിങ്സ്. അപ്പം നിങ്ങൾ ഈ പറയണ വാക്ക് എനിക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തായാലും അനുഭവിക്കും. പിന്നെ ഇത്രയും നാളും ഞാൻ കമന്റ്സിന് അങ്ങനെ ഒന്നും റിപ്ലൈ കൊടുത്തില്ല. ഇന്ന് ഞാനിപ്പോൾ റീലിൽ കമന്റ് വന്നപ്പോൾ ഞാൻ നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും തെറിയാണെങ്കിലും ഞാൻ നല്ല രീതിക്ക് തന്നെ തിരിച്ചും നല്ല തെറി വരും. പിന്നെ വീട്ടുകാരെ പറഞ്ഞ് തെറി വയ്ക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഫാമിലിനെ പറയില്ല, എനിക്ക് കുറച്ച് മാന്യതുണ്ട്. കാരണം ആ ഉപ്പയും അറിയില്ല നിങ്ങൾ ഇങ്ങനത്തെ പീപ്പിൾസ് ആണെന്ന്. സോ അവരെനിക്ക് പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു മെസ്സേജ് ഇടുന്ന അവരുടെ അവൾക്ക് റിഫാന് മുൻ പരിചയമൊന്നുമില്ല, നേരിട്ട് കണ്ടിട്ട് പരിചയമൊന്നും ഇല്ലാത്തൊരു സഫാക്ക് അവൾ ശത്രുതയോ ദേഷ്യമോ ഒന്നില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ മെസ്സേജ് കണ്ടതോടെ അവളെ അത്രത്തോളം വെറുത്തു എന്ന് അവളെ പറഞ്ഞു. അല്ല, പുള്ളിക്കാരിക്ക് പേഴ്സണലി അവൾ അറിയോ, ഇവരുടെ ലൈഫിനെ പറ്റി പേഴ്സണലി അറിയോ? എന്നിട്ട് വന്ന് പറയാൻ പഠിക്കാം. തന്നെ ഇവൾക്ക് ഒന്നും തന്നെ അറിയാണ്ടാണ് ഇവള് സംസാരിക്കുന്നത്.
അപ്പം ഇവള് ഈ പറയുന്ന സംഭവങ്ങള് റീച്ചിന് വേണ്ടിട്ടായിരിക്കാം ഈ പേഴ്സണലി അറിയുന്നവര് കഥ അറിയുന്നവര് പോലും വീഡിയോ ഇടുന്നില്ലല്ലോ, കാരണം അവർക്ക് എല്ലാ കഥകളും അറിയാം. അതുകൊണ്ടാണ് ഒരാളെ മോശമാക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആരും പേഴ്സണലി വന്ന് വീഡിയോ ഇടാത്തത്. നിങ്ങൾക്ക് അവരെ അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ വന്ന് വീഡിയോസ് ഇടുന്നത്. അതന്നെ ഈ പരിചയമുള്ള ആള്, അതായത് ഞമ്മക്ക് ഇതിനേക്കാളും വലിയ വലിയ യൂട്യൂബേഴ്സിന് പരിചയമുള്ള ആൾക്കാരുണ്ട്. അതിനേക്കാളും വലിയ വലിയ ആൾക്കാർ നമുക്ക് വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ പരിചയമുണ്ട്. അവരെന്തുകൊണ്ട് ഇതിൽ ഒന്നും ചെയ്യാതിരിക്കുന്ന? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭാര്യേനെ മോശമാക്കിയിട്ട് എവിടെയും ഞാൻ ഒരിക്കലും ചിത്രീകരിക്കുകയും ചെയ്യില്ല, ചിത്രീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന്. അതുകൊണ്ട് മാത്രമാണ് അവരന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, മേനു നീ നിന്റെ ഗതി ഭയങ്കര മോശമായിക്കൊണ്ട് പോവാണ്, നീ സത്യാവസ്ഥ എന്തായാലും പുറത്ത് പറഞ്ഞേ പറ്റൂ. അതായത് നീ ഇങ്ങനെ എന്താ പറയുക, അവളെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത് നീ തീർച്ചയായിട്ടും പബ്ലിക്കിൽ പറയണം എന്ന് പറഞ്ഞിട്ട് വരെ ഞാൻ മിണ്ടാതിരുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയല്ലേ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ നിങ്ങളൊക്കെ അതിൽ കയറി മെയ്യുന്ന സമയത്ത് ഇപ്പം അടുത്ത് വരെ അവളെ ഫാമിലി വരെ തന്നെ അത്രക്കും മോശമായിട്ട് റോഡായിട്ട് എന്നോട് പെരുമാറുമ്പോഴാണ് എനിക്ക് ഇത് മനസ്സിലായത്, ഇത് ഇവരെ ഗെയിം വേറെ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് എനിക്ക് പലപ്പോഴും കത്തി തുടങ്ങിയത്. അതിനുശേഷം പിന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് കണക്ക് എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാകുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത്, മനസ്സിലാവും. അപ്പോൾ എന്തായാലും ബാക്കി ശരിയാണ്, അവളെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും ഇങ്ങനത്തെ ഒരു സംഭവം ചിന്തിക്കാൻ പോലും പറ്റില്ല. അത് ശരിയുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ ചിന്തിക്കാൻ പറ്റാന്നുണ്ട് നമുക്ക് യാഥാർത്ഥ്യത്തെ മായ്ക്കാൻ പറ്റൂല ഒരിക്കലും. തെറ്റ് എപ്പോഴും തെറ്റ് അംഗീകരിച്ച് തരണം, അല്ലാണ്ട് തെറ്റ് ചെയ്യാത്ത ആൾ തലയിലിട്ട് പെരുകയല്ല വേണ്ടത്, മനസ്സിലായോ? ബാക്കി നമുക്ക് കാണാം. പ്പെട്ടു ഞാൻ അങ്ങനെ. എന്നാലും ഒരു എന്താ പറയുക, നമ്മുടെ മുമ്പിൽ മെഹനാസും സഫയും ഒരു വളരെ സ്നേഹത്തിലൂടെ ഉള്ള പോലെ കാണാം. നമ്മുടെ റിഫയും മെഹനാസും എങ്ങനെ സ്നേഹത്തിലുള്ള പോലെ നമുക്ക് കാണിച്ചത്, അതുപോലെ അഭിനയിച്ചിട്ട് സ്ക്രിപ്റ്റ് തയ്യാറാക്കൂ, എന്തെങ്കിലും ഡയലോഗ് പറയാനുണ്ടോ? മോളെ അഭിനയിച്ച് പറയണത് ഇപ്പൊ ആരാണെന്നുള്ളത് നമുക്ക് ബാക്കിയുള്ള വീഡിയോസ് അങ്ങോട്ട് പോട്ടെ, എന്നിട്ട് പറഞ്ഞു തരാം. കാണിച്ചോണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എപ്പോഴും ഡൗട്ട് ഉണ്ടായിരുന്നു, വീഡിയോ കാണുമ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇവർ റിയലായിട്ട് ഇങ്ങനെയാണോ, അല്ലോ റിഫന്റെ കൂടെ ഉണ്ടാഞ്ഞ പോലെ ആയിരിക്കോ എന്ന് തോന്നിയിട്ടുണ്ട്. അല്ല ഇപ്പൊ നീ പറഞ്ഞ് എന്റെ ഭാര്യയുടെ കൂടെ ഉണ്ടായപ്പോഴുള്ള പോലെ ആണോ എന്ന് പറയാൻ, അത് ഫേക്ക് ആണെന്ന് തെളിയിക്കാൻ, അല്ലെങ്കിൽ അത് ഫേക്ക് ആണെന്ന് പറയാൻ നീ ലൈഫ് ഇവക്കറിയോ? എന്റെ കൂടെയുള്ള ലൈഫ് നിനക്കറിയോ? പേഴ്സണലി നമ്മൾ അറിയില്ല. അറിയാത്തവരെ ഒരു ദിവസം നീ വേണമെങ്കിൽ ഇവിടെ വന്ന് അപ്രതീക്ഷിതമായി ഇവിടെ നിൽക്ക്. ഈ തള്ളച്ചീനെ സത്യം പറഞ്ഞാൽ ബഹുമാനിക്കാൻ തോന്നില്ല. അല്ല, ഒരു പവർ കിട്ടിയിട്ട് നീ ഒരു മായാജാലമായി ഇവിടെ നിൽക്ക്, എന്നിട്ട് ഇതിലെങ്ങനെ പായി. അപ്പൊ നമ്മളെങ്ങനെ നടക്കണേന്നൊക്കെ കാണും, എല്ലാം കാണാലോ. വേണമെങ്കിൽ ഇവിടെ വന്ന് നിൽക്ക്, നമ്മുടെ കുളിസീനും എല്ലാം കണ്ടിട്ട് നീ മനസ്സിലാക്കിയത് സത്യമാണോ റിയൽ ആണോ ഫേക്ക് ആണോ. അങ്ങനെ പേഴ്സണലി പരിചയം ഉണ്ടായിട്ട് വീഡിയോ ചെയ്യുന്നെങ്കിലും പറയാം. ഇത് പരിചയം ഇല്ലാണ്ട് അവളുടെ കൂടെയുള്ള ലൈഫാണോ സഫാടെ കൂടെ എന്തറിഞ്ഞിട്ടാടി നീ തുള്ളണത് എനിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കി നമുക്ക് നോക്കിയാ, എന്നിട്ട് നമുക്ക് ഇനി പറയാനുണ്ട്, വെയിറ്റാക്ക. അങ്ങനെ പോകുന്ന നേരം എനിക്ക് ഇന്നാലല്ല മിഞ്ഞാന്ന് ഒരു സംഭവം കണ്ടിട്ട് നമുക്ക് കാദർക്കാന്റെ വെറുതെ അല്ല ഉറവിടുന്നല്ല കതർക്ക സൂചിപ്പിക്കുന്നുണ്ടാവും. പിന്നെ വെറുതെ ഇങ്ങനെ ആവോ അറിയുന്നില്ല കതർക്ക് ഇങ്ങനെ ചാനലിലൂടെ ഇങ്ങനെ കണ്ടിട്ടാകുമ്പോ ഞാൻ നെട്ടി. കാരണം ഇവന്റെ മെഹനാസിന്റെ ഇൻസ്റ്റഗ്രാമില് ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി, പിന്നെ അതിനെ കുറിച്ച് ആരും ഒന്നും ചോദിക്കാൻ പാടില്ല, നിനക്ക് ഇതേ ജോലിയാണെന്ന് നമുക്കറിയാം. ഇതേ ജോലി നമുക്കറിയായിരുന്നു. എന്താണെന്ന് പറഞ്ഞു തരുമോ ജോലി എന്താണെന്ന്? അറിയായിരുന്നു. പക്ഷെ സഫ അതൊന്നും ചിന്തിച്ചില്ല. കാരണം അവൾ വിചാരിച്ചു നല്ലൊരു ജീവിതം കിട്ടും, അവളായെങ്കിലും ഫസ്റ്റ് ഒരു മാരേജ് കഴിഞ്ഞൊരു പെൺകുട്ടിയാണ്, ഇത് രണ്ടാമത്തെ മാരേജ് ആണെന്ന് പറഞ്ഞു. നിന്റെ കൂടെയുള്ള ജീവിതം എന്തായിരിക്കും അവള് ചിന്തിച്ച് പോലും ഉണ്ടാവില്ല. കാരണം റിഫാന്റെ അനുഭവമാണ് അവളെ ജീവിതത്തിൽ കൂടി നീ കൊടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞോ ഞാൻ നിങ്ങളുടെ പേഴ്സണലി വന്ന് പറഞ്ഞു ഇത്താന്ന് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനത്തെ ബഹുമാനിക്കേണ്ട ആവശ്യം നമുക്കില്ല. ബഹുമാനിക്കാൻ തോന്നുന്നവരെ മാത്രം ബഹുമാനിക്കും. ഖാദർ കാക്കപ്പൊടിയുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടില്ല, എന്റെ വീഡിയോസ് ചെയ്ത ഒരാളുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്നെ റിഫാനെ പോലെ ഉപദ്രവിച്ചു എന്നൊക്കെ. ഞാൻ ഉപദ്രവിച്ചു എന്നുള്ളതിന്റെ തെളിവ് എന്താണ്? ഒരു വോയിസ് ക്ലിപ്പിൽ എന്താ ഉള്ളത്? പിന്നെ ഒരു കാര്യം, ഞാന് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അതും എന്താ പറയാ, വേറൊരാളോട് സ്വന്തം ഭർത്താവ് ഇരിക്കേ അതിന്റെ വേറൊരാളോട്
റിലേഷൻ ആവാ, അല്ലെങ്കിൽ വേറെ ഒരാള് സാധാരണ ആൾക്കാരാണെങ്കിൽ തല്ലി കൊല്ലും വേണം. ഞാൻ അത്രക്കും ചെയ്തിട്ടില്ല. അത് എല്ലാരും എന്നോട് ചില ആള് പറഞ്ഞു നീ അന്ന് തന്നെ ഒഴിവാക്കിട്ട് പോണേന്നല്ല. എന്നോട് പറഞ്ഞെന്താ അറിയോ, നീ ഇപ്പൊ ഞാനാണെങ്കിൽ അടിച്ച് മോദം പറ്റിച്ചിട്ടില്ലേ. എനിക്കാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നെങ്കിൽ പിന്നെ മാനുവലെ നിങ്ങൾ കാണൂല, ഞാൻ ജയിലുണ്ടാവും. ഞാൻ പറയും ഞാൻ കൊന്നു, ഞാൻ എന്നിട്ട് കൊന്നിട്ടുള്ള ജയിലിൽ പോയി കിടക്കും. അതുണ്ടാവും പോകുന്നത്. ഇനിയിപ്പം ഞാൻ അത്രയും പാവായത് കൊണ്ടാണ് ഇത്രക്കും മിണ്ടാണ്ടിരുന്നതും പിന്നെ ഇതായതും. പക്ഷെ ഇനി ഞാൻ പാവാൻ തോന്നുന്നില്ല, ഇനി ഞാൻ പാവാൻ താല്പര്യപ്പെടുന്നില്ല. കുറച്ചൊക്കെ ഞാൻ നോർമലി ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് ഇപ്പൊ എന്താ ചെയ്യാ, ചേഞ്ച് ആക്കാൻ. ഇപ്പൊ മാനുവിനെ ഒന്നാമത് ആൾക്കാർ കാണുമ്പോ മുന്നത്തെ കൊലം പോലല്ല, ഇപ്പൊ ഇങ്ങനെ താടിയും ഇതായി ആകെ സ്ലിം ആയിട്ട് നിൽക്കുമ്പോ ഇവരെ കാണുമ്പോ തന്നെ ഒരു ഫ്രോഡ് ലുക്ക് ഉണ്ടാവും. മുന്നത്തെ കൊല്ലം പിന്നെ ഒരു മാന്യത ഉണ്ടായി. ഇപ്പൊ ആകെ മീൻസ് മാന്യ ലുക്ക്. ഇപ്പൊ ആകെ കളറൊക്കെ പോയി, ആകെ ചുപ്പാണ്ടി. ബാക്കി നമുക്ക് എന്താ പറയുന്നത്, അതേ അനുഭവിച്ചതാണ് സഫയും പോലും. റിഫാന്റെ ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിച്ചിട്ടും അതൊക്കെ ഏകദേശം അവൾ അനുഭവിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു പെണ്ണ് നല്ലൊരു ഭർത്താവിന്റെ കൂടെ ജീവിക്കുമ്പോൾ ഇറങ്ങി പോവേണ്ട ഒരു ആവശ്യമില്ല. ഇറങ്ങി പോകുന്നത് മനസ്സിലായില്ല. അതിനനുസരും താങ്കൾ തരേണ്ടതുണ്ട്. റിഫാക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ടും ഇറങ്ങി പോവാനും പറ്റാഞ്ഞിട്ടല്ല, കാരണം അത്രത്തോളം മെഹനാസിനെ സ്നേഹിച്ചത് കൊണ്ട്. അയ്യോ എന്റെ പൊന്നിന്റെ മുത്ത് കത്താ, എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞാന് ചതിച്ചിട്ടാണെങ്കിൽ അവളെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓ ബ്രദർ എല്ലാത്തിലും കമന്റ് ഇടും, എന്റെ ബ്രദർ ദുബായിൽ ഉണ്ടായില്ലേ, വിളിച്ചാ വരൂലേ. ഒരു മിനിറ്റ്, അന്നേരം ഇപ്പൊ നിങ്ങൾ എല്ലാരും പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് കേട്ടു എന്ന് പറയുന്നുണ്ട്. അത്രക്കും സ്നേഹമുള്ള ഒരു ബ്രദർ ആണെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ എത്തുന്നു മാത്രമല്ല, ഒന്നിക്കൽ അളിയാ ഇന്ന പോലെ സംഭവം എന്നോട് ചൂടായിട്ടെങ്കിലും വിളിക്കണ്ടേ, എന്തുകൊണ്ടാ വിളിച്ചില്ല, നടന്നില്ല. ഇതൊക്കെ ഇവരെ ചോദ്യമാണ്. അത് അവളുടെ വോയിസ് ക്ലിപ്പ് കണ്ടപ്പോ റിജു അവിടെ ഇല്ലേ, അവളുടെ ബ്രദർ അല്ലേ റിജു. അപ്പൊ റിജു എന്ത് മാനോട് വിളിച്ച് ചീത്ത പറഞ്ഞോന്ന് തന്നെ മാനോട് ചോദിച്ചു. മാനോട് എന്നെ വിളിച്ചിട്ടില്ല, നല്ലൊരു ബ്രദർ ആണെങ്കിൽ വിളിച്ചിട്ടില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോ തന്നെ എന്താ പിന്നെ ഇന്ന പോലെ ഒരു സംഭവം ഉണ്ടടാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോ തന്നെ എന്താ ഞാൻ വരാം, ഒരു ഉഷാറില്ലാത്ത പോലെ സംസാരം എന്റെ അടുത്ത്. എന്തൊക്കെയോ ദുരൂഹത നടക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ കമന്റില് കണ്ടായിരുന്നു, അതിലെന്തോ ഒരു ദുരൂഹത ഉണ്ട്. ആ വീഡിയോ കണ്ടു നോക്ക്, ഇതിന് മുന്നത്തെ വീഡിയോ അല്ലേ. അവൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തു പോയത്. ചെയ്തത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കാരണം സൂസൈഡ് ഒന്നിനും ഒരു പരിഹാരമല്ല. തെറ്റാന്ന് തന്നെ ഞങ്ങൾ പറയുള്ളൂ. അത് ശരിയാണ്, അത് താങ്കൾ പറഞ്ഞത് വളരെയധികം ശരിയാണ്. കാരണം ഒരിക്കലും എന്ത് ഇത് വന്നാലും ആത്മഹത്യ ചെയ്യണം പരിഹാരമല്ല, വേണ്ടെങ്കിലും ഒഴിവാക്കി പോവാ, അത്രേ ഉള്ളൂ. അവൾക്ക് അവളെ ആസാൻ മോനെ വിചാരിച്ചിട്ടെങ്കിലും അവനെ വിട്ടിട്ട് വരായിരുന്നു. കാരണം വേണ്ട അവന് എന്തിനാ എന്ന് ചിന്തിച്ചിട്ട് അവൾക്ക് നാട്ടിലേക്ക് തിരികെ വരായിരുന്നു. പക്ഷെ എന്താ പറയാ, അല്ല എനിക്ക് പറയാനുള്ളത് ഇപ്പൊ മാനുവിന്റെ ഇവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞ് ഡിവോഴ്സ് എന്നുള്ളൊരു തീരുമാനം ഉണ്ടാക്കായിരുന്നു. അല്ലാതെ ഇപ്പൊ മാനുവിന്റെ ഭാഗത്തല്ലാത്ത എന്തെങ്കിലും പ്രശ്നം കൊണ്ട് അവൾക്കത് ചിലപ്പോൾ പുറം ലോകം അറിയരുത്, അങ്ങനെ എന്തെങ്കിലും ഭയം അവളുടെ ഉള്ളിലുണ്ടെങ്കിൽ മേ ബി സൂസൈഡ് അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഞാനാണെങ്കിൽ പോലും എനിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടാവില്ല അങ്ങനെ ഒരു സംഭവം നടന്നെങ്കിൽ. വേറൊരാളെ റീസൺ കാരണം പേടിച്ചിട്ട് ആത്മഹത്യ ചെയ്തിട്ട് അത് എന്റെ തലയിലിടുന്ന ചെറ്റത്തരമാണ്, മനസ്സിലായോ? അത് എന്തോന്നാലും ഭർത്താവിന്റെ പേരിലല്ലോ ഒരു. ഞാൻ ഒരു അടുത്ത് പറഞ്ഞിട്ടില്ലേ, ഇൻസ്റ്റയിൽ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ട് അതിന്റെ ബ്രദറിന്റെ വൈഫ് ഇതുപോലെ സൂസൈഡ്, നാട്ടില് ബ്രദർ പുറത്ത്, എന്നിട്ട് ഇവിടെ സൂസൈഡ് ചെയ്തിട്ട് അതിന്റെ കാരണക്കാരൻ പുറത്തുള്ള ബ്രദറാന്ന് പറഞ്ഞിട്ട് അവർ കുറേ അനുഭവിച്ചിട്ടുണ്ട്. അത് അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ സോഷ്യൽ മീഡിയയിലുള്ളതുകൊണ്ട് നിങ്ങൾ ഇതിൽ കൂടുതൽ അനുഭവിക്കും, ഞങ്ങളല്ലാണ്ട് ഞങ്ങൾ കുറേ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി, നാട്ടിലുള്ള പെണ്ണ് സൂസൈഡ് ചെയ്തിട്ട് പുറം രാജ്യത്ത് ജോലി ചെയ്യുന്ന പുള്ളിയുടെ തലയിലേക്കായി. അപ്പോൾ പിന്നെ കൂടെ ജീവിക്കണം മാനുവിനെ പറയാണ്ടിരിക്കുമോ? അള്ളാഹുവിൻ്റെ ഓരോരോ കൽപ്പന അത് നമ്മൾക്ക് ചെയ്തേ പറ്റൂ, അതാണ് നമ്മളിപ്പോൾ പറയാനുള്ളത്. പക്ഷേ ഒരിക്കലും അള്ളാഹു സ്വന്തം ഇഷ്ടത്തോടെ മരിക്കാൻ ഒരിക്കലും പറയില്ല, അത് നമ്മൾ സ്വയം വരുത്തുന്നതാണ് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ സഫാൻ്റെ ജീവിതത്തിൽ നടന്നിട്ടാകുമ്പോൾ സഫ എന്താക്കി, ഇവന് വിട്ടിട്ട് പോയി പബ്ലിഷ് ചെയ്യാം. ഓക്കെ, എൻ്റെ ഭാര്യ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്, അങ്ങനെ പോകുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെങ്കിൽ ഉപ്പാനോടും ഉമ്മാനോടും പറയാം. അല്ലാണ്ട് ഒരു സൂസൈഡ് ചെയ്തിട്ട്
ഷഫ ചെയ്തത് ഏറ്റവും നന്നായി. കാരണം അവൻ്റെ ഇതൊക്കെ ആട്ടും തുപ്പും കേട്ട് നിൽക്കേണ്ട ജീവിതമല്ല ഏതൊരു പെണ്ണിൻ്റെതും. ഒരു ഭർത്താവ് കല്യാണം കഴിഞ്ഞാൽ ആ ഭർത്താവിൻ്റെ ഭാര്യ അടിമയല്ല, അവൾ എന്ത് പറയാ, അവൻ്റെ നേരെ പകുതിയാണ്. കാരണം അവന് വെച്ചുണ്ടാക്കലും കൊടുക്കലും അവൻ്റെ മക്കളെ ഇത്ര പ്രസവിച്ചിട്ട് കൊടുക്കലും അങ്ങനല്ല. അതിൻ്റെ കൂടെ അവൾക്ക് സ്നേഹം കൊടുക്കണം, അവൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് കൊടുക്കണം, അവൾ എന്താണ് പറയുന്നത് അത് കുറച്ച് നല്ലതാണെങ്കിൽ. ഒരാളുടെ ഭാര്യ എന്ന് പറയുന്ന അടിമയല്ല. നിങ്ങൾക്ക് റിഫാന്റെ വീഡിയോസും റിഫാനെ ട്രിപ്പ് കൊണ്ടുപോയതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ റിഫാൻ അടച്ചിട്ട് വളർത്തിയതാണ്? ഞാൻ എത്രത്തോളം നോക്കിയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടോന്നോ അത് തനിക്ക് എങ്ങനെ അറിയാം? അതിന്റെ ആഴം തനിക്കറിയാം. കമന്റ് ഉണ്ടത് എനിക്ക് മേനോനെ പോലത്തെ ഒരു ഹസ്ബൻഡിനെ കിട്ടാനാ താല്പര്യം. കാരണം റിഫാക്ക് അത്ര ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. ഒരു ഭാര്യക്ക് ഇപ്പൊ എനിക്കാണെങ്കിലും അത്ര ഫ്രീഡം തരുന്ന ഒരു ഭർത്താവാണ് മാനു എന്ന് പറഞ്ഞിട്ട് ആ പുള്ളിക്കാരിക്ക് ഇങ്ങനത്തെ ഒരു ഭർത്താവിനെ കിട്ടിയാൽ കൊള്ളാന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഉണ്ടായിരുന്നു. ഞാൻ മേനോട് പറയാനത് അങ്ങനെ ഒരു കമന്റ്. അതെ, ഇപ്പൊ മാനുവിനെ ഓരോരുത്തർ വിളിക്കുമ്പോ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, നീ ഓവർ ഫ്രീഡം കൊടുത്തോണ്ടാണ് അങ്ങനെ ചെയ്തത്. അതിലൊരു കാര്യമില്ല. ഇപ്പൊ ഫ്രീഡം കൊടുത്തില്ലെങ്കിലും ഫ്രീഡം കൊടുത്താലും ചെയ്യേണ്ടവര് ചെയ്യും. ഇപ്പൊ എനിക്ക് ആവശ്യത്തിന് ഫ്രീഡം തരുന്നുണ്ട്. ഇതുവരെ ഒന്നിനും പോയിട്ടില്ല, പോവേമില്ല. അതാണ് എനിക്ക് ഒരെണ്ണത്തിനെ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ടല്ല പിന്നെ ഒരെണ്ണത്തിന് തന്നെ പറ്റുള്ള. പിന്നെയാണ് ഇനിയിപ്പോ അടുത്തത്. ഒരു കൊച്ചു കഴിക്കാൻ നമുക്ക് നമ്മുടെ കൊച്ചിനെ നോക്കാനും നമുക്ക് കൊച്ചിനും എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടോ, അങ്ങനത്തെ ഒരു മൈൻഡാണ് എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞെങ്കിൽ. അല്ലാതെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരാളെ വിളിക്കണം, ഒരാൾക്ക് മെസ്സേജ് അയക്കണം, അതിനൊന്നുള്ള നേരമില്ല കേസ്. അതിനെ പറയാനുള്ളത് കേൾക്കണം. ചീത്താണെങ്കിൽ അവൾ പറഞ്ഞു തിരുത്തണം. അല്ലാണ്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ പറഞ്ഞു അങ്ങനെ അല്ലേ. ഈ പറഞ്ഞ ഇത്താന്റെ കെട്ടിയോനത് കേൾക്കേണ്ടി മിക്കാറും അവിടുത്തെ ഒറ്റ ചവിട്ടോണ്ടും കാസേരുമുണ്ട്. ഇതൊന്നാണ് പറയണ, പോയി അടുക്കളയിൽ പോയി ജോലി. അല്ല, മൂപ്പത്തിക്ക് കെട്ടിയോനുണ്ടോന്ന് അറിയൂല. പിന്നെ കെട്ടിയോനുണ്ടെങ്കിൽ കെട്ടിയോൻ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാം. മൂപ്പത്തി തന്നെ പറയുന്നുണ്ട്, ഭർത്താക്കന്മാർ പറയണത് വൈഫ് അല്ല, ഇത് ഇപ്പൊ പറയണത് വൈഫ് അല്ല. നമ്മുടെ ഭാര്യമാർ ഭർത്താക്കന്മാർ എങ്ങനെ പറയുന്നു അതും കേൾക്കേണ്ടത് ഭാര്യമാരുടെ കടമയാണ്. അപ്പോ എന്തിനും ഏതിനും നന്നായി ഭർത്താക്കന്മാർ എങ്ങനെയാണോ പറയണത് അത് കേൾക്കണം. അല്ല, അപ്പൊ ഇതിന്റെ ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിനോട് ഒരു കാര്യം പറയാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതെ, ഇങ്ങനെ കാര്യം അറിയാത്ത മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറി മെനങ്ങുന്ന ഇങ്ങനെയുള്ള തന്റെ ഭാര്യയോട് താൻ പറഞ്ഞ് മനസ്സിലാക്കുക, വിവരമില്ലാതെ സംസാരിക്കുകയാണ് എന്നാണ് തോന്നുന്നത്. അപ്പം എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെ അറിയാത്ത കാര്യങ്ങൾ വിളിച്ച് പറയുമ്പം അത് സൂക്ഷിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ബാക്കിയും കൂടെ കേട്ടോ. റിഫ അങ്ങനെ വന്നത്, ഇപ്പൊ റിഫന്റെ ആ വീഡിയോ കൂടി നമ്മൾ കാണാം. റിഫ അങ്ങനെ വന്നത്, ഇപ്പൊ റിഫന്റെ ആ വീഡിയോ കൂടി നമ്മൾ കാണാം. ഞാൻ അങ്ങനെ വന്നതെന്നായിരിക്കും ഉദ്ദേശിച്ച. റിഫാക്ക് അങ്ങനെ വന്നത് നന്നായിരുന്നു. എന്താ അങ്ങനെ പറയല്ല, എന്താക്കിട്ട് വേണം ഇത്ര ഇത്. കാരണം ഇപ്പൊ നിങ്ങളെല്ലാവരും വേണം കുറ്റം പറഞ്ഞിട്ട് അവനെ കണ്ടാലറിയും ഫ്രോഡ് മറ്റത് മറിച്ചത്. നിങ്ങളില്ലേ വേണോട്ട് അടുത്തറിഞ്ഞാല് നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഇതാണെന്ന്. വേന ചൂടാവും എന്തെങ്കിലും അത് എല്ലാ അസുഖം അങ്ങനെ തന്നെ. ഇഷ്ടമില്ലാത്ത കാണിച്ചാൽ അവർ ചൂടാവും. പക്ഷെ എന്റെ ഒരു ഇതിൽ വന്നിട്ട് വേണം എനിക്ക് എന്ത് ഇഷ്ടമുണ്ടോ അതെല്ലാം വാങ്ങിച്ചേ. ഇതൊരു പോസിറ്റീവാണ് സംസാരിക്കുന്നത്. എനിക്കൊക്കെ നല്ല വിഷമമുള്ളത്. കാരണം ഇങ്ങനെ സംസാരിക്കുമ്പോഴും ഇതാക്കുമ്പോഴൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ആലോചിക്കലുണ്ട്, പക്ഷെ എന്താക്കിട്ട് മേനത്തിന് അനുഭവിക്കുന്നത് എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുള്ളതുണ്ട്. മനസ്സിലാവില്ല. അത് നമ്മുടെ പാർട്ട്ണർ നമ്മുടെ കണ്ണിൽ കാണൂല്ലേ, അപ്പൊ നമുക്കത് മനസ്സിലാവുള്ളൂ അത് എന്തോരം വിഷമിക്കുന്നുണ്ട്. എനിക്ക് വേറെ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനം എന്ന് പറയാനില്ലേ, അതിപ്പോ ആ ഷോപ്പിലില്ലെങ്കിൽ എത്ര രാത്രി ആയാലും അത് അന്വേഷിക്കാൻ വേണ്ടിട്ട് എന്നെ കൂട്ടി പോകും. അപ്പൊ രാത്രി എനിക്ക് ഇങ്ങനെ ഐസ്ക്രീം ഇല്ല ഇഷ്ടം. അപ്പൊ രാത്രി ഇപ്പൊ ഐസ്ക്രീം ചിലപ്പോ 1 മണിയൊക്കെ ആകുമ്പോ 12 മണിയൊക്കെ ആകുമ്പോ ചിലപ്പോ ഷോപ്പ് അടിച്ചിട്ട് എന്നാലും എവിടെയെങ്കിലൊക്കെ തപ്പി പിടിച്ചിട്ട് ആ ഷോപ്പ് കണ്ടു പിടിക്കും. എന്നിട്ട് എനിക്കത് വാങ്ങിച്ചു ഭർത്താവിനെ ഇവിടുന്ന് കിട്ടും. എന്തുകൊണ്ട് ഇങ്ങനെ അനുഭവിക്കുന്നത് മനസ്സിലാകുന്നത്. ഇപ്പൊ കണ്ടില്ലേ അവളെ വിഷമം.
എത്രത്തോളം ഉണ്ട് അവൾക്ക് അവൾ പറയുമ്പോഴേ ഫീല് തോന്നുന്നുണ്ട്. കാരണം ഇതുവരെ അവൾ വീഡിയോയിൽ ചിരിച്ചിട്ടും പറഞ്ഞിട്ടും മെഹനാസിന് വേണ്ടി എല്ലാവരും വഴക്ക് പറഞ്ഞിട്ടുണ്ട്. കാരണം ആ മെഹനാസിന് അങ്ങനെ പറയരുത്, ഞാൻ കാണുന്നുണ്ട് അവൻ എത്രത്തോളം അങ്ങനെയാണ് ഇങ്ങനെയാണ്, ശാപം കിട്ടും മറ്റേ കിട്ടും മറിച്ച് കിട്ടും ഒക്കെ പറഞ്ഞ ഒരാൾ ഇന്ന് മെഹനാസിന് തിരിച്ച് പറയുമ്പോൾ അവൾ മനസ്സിൽ അത്രത്തോളം വിഷമമുണ്ട്. കാരണം ചെറിയ പ്രായമുള്ളൊരു മന്ദബുദ്ധി പുനാരിത്ത ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഞാൻ മേനനെ കുറ്റം പറയാനായിട്ടാ തോന്നിയത്. ഞാൻ എന്താ പറഞ്ഞത്, ഒരു ഐസ്ക്രീം ഇവിടുന്ന് കിട്ടിയില്ല, ഒരു ഐസ്ക്രീം ഇങ്ങനെ സംസാരിച്ചോണ്ട് അത് മനസ്സിലാവുന്നത്. ഒരു ഐസ്ക്രീം ഇവിടുന്ന് കിട്ടിയില്ല, വേറെ കടയിൽ നിന്ന് എനിക്ക് മേനു വാങ്ങിച്ച് തരുന്ന്. ഇതെന്ത് ഇതിനില്ല, എനിക്ക് കാലേ വാരിട്ട് ഇങ്ങനെ അടിക്കാൻ തോന്നുന്നുണ്ട് ഇളക്കെല്ലും വിട്ട്. എന്റെ പൊന്നിത്തത് പോയി മര്യാദക്ക് കേക്ക്, വീഡിയോ ഫസ്റ്റ് മര്യാദക്ക് ഞാൻ എന്താ പറഞ്ഞതെന്ന് കേക്ക്, എന്നിട്ട് ചിലക്ക് വന്നല്ല ഒരുമാതിരി ചെറ്റത്തന്നെ പറഞ്ഞു. ഞാൻ എപ്പോഴും ഇർഫാനെ പറഞ്ഞത് മാറ്റി മേനോനെ കുറ്റം പറഞ്ഞപ്പോ ഒന്നും പറയാനില്ല. പെണ്ണാണ് ഈ ചെറിയ പ്രായത്തിൽ നല്ലോണം അനുഭവിച്ചവള്. എന്നാലും അനുഭവിച്ചു. നീ എന്താ അനുഭവിച്ചത്? അല്ലാക്കറിയാം. ആ മുറിക്കണ സാധനമില്ല, മരം മുറിക്കുന്നത്, അതിങ്ങനെ കിടത്തിനായിട്ട് കാലിങ്ങനെ മുറിക്കുന്നത് അനുഭവിച്ചാലും എനിക്ക് അവളോട് പ്രൗഡാണ്. കാരണം ഒരു അനുഭവത്തിൻ്റെ ഇങ്ങനെ എനിക്ക് ഇത്രത്തോളം കഷ്ടമുണ്ടല്ലോ, ഇനി എനിക്ക് ജീവിക്കണ്ട, എനിക്ക് മരിച്ചു കളയാം, അങ്ങനെ ഒരു ചിന്തിക്കാണ്ട് ജീവിച്ച് കാണിച്ച ഒരു ഇതിനു വേണ്ടി ഞാൻ അവൾ നല്ല പ്രൗഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്നെയായെങ്കിലും ഷഫ ഈ വീഡിയോ എപ്പോഴെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജീവിക്കണം. കണ്ടിട്ടുണ്ട് വീഡിയോ, ഷഫ റിപ്ലൈ തരുന്നുണ്ട്. ഇങ്ങനത്തെ ചതിയന്റെ മുമ്പിൽ ജീവിച്ചിട്ട് കാണിക്കണം, നന്നായി കാണിക്കണം. അത് ഏതൊരു പെണ്ണായാലും ഒരാൾ ചതിച്ചെന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ കിണറ്റിലേക്ക് ചാടുവോ അല്ലെങ്കിൽ തൂങ്ങിക്കയറുക അങ്ങനെയല്ല വേണ്ടത്. അതെ, തൂങ്ങി മരിക്കല്ല വേണ്ടത്, ജീവിച്ച് കാണിക്കും ഞമ്മള്. നല്ലത് പറഞ്ഞിട്ട് നിങ്ങൾ അത് ചീത്താക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ പിന്നെ എനിക്കിപ്പോ പറയാനുള്ള എന്റെ സബ്സ്ക്രൈബറോടും പിന്നെ അതേപോലെ പുറത്തുനിന്നുള്ള വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും ഈ മീഡിയക്കാർ, അതായത് ഈ ഇതേപോലെ ഇരുന്ന് സംസാരിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരൊരു പോസിറ്റീവായ വീഡിയോനെ വരെ നെഗറ്റീവ് എങ്ങനെ ആക്കി എടുക്കാം എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ ഒരു ഇത് കണ്ടിട്ട് ഒരുപാട് ജനങ്ങളിലേക്ക് തെറ്റിദ്ധാരണയാണ് നിങ്ങൾ പടർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെയുള്ള യൂട്യൂബ് ചാനലാറെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് വലുതാക്കുന്നതിന് നല്ലത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ നാളെ പിറ്റേന്ന് നിങ്ങളെയും ഇതേപോലെ സംസാരിച്ച്, അതായത് ചില സമയം പോസിറ്റീവ് ഇവരെ ഫണ്ട് വാങ്ങിയിട്ടാണ് ഇവരൊക്കെ, അതായത് ഇവരങ്ങനെ ചെയ്തോന്ന് എനിക്കറിയില്ല, പക്ഷെ ഈ ഏകദേശം ആൾക്കാരും ഫണ്ട് ചോദിച്ച് വാങ്ങിയിട്ടാണ് ഒരാളെ നെഗറ്റീവ് ഉണ്ടാക്കണം. അവരെ പോസിറ്റീവിനെ വരെ ഈ കോടതിയിൽ വക്കീൽ എങ്ങനെ സംസാരിക്കണം അതേപോലെയാണ് ഇവർ സംസാരിക്കണത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി നോക്കുക, എത്രത്തോളം പോസിറ്റീവ് ഉണ്ടെങ്കിലും ഇവർ നെഗറ്റീവേ പറഞ്ഞുണ്ടാക്കുള്ളൂ. ഇങ്ങനെ നെഗറ്റീവ് പറയുമ്പോൾ പാവപ്പെട്ട ജനങ്ങള് വീഡിയോ കാണുന്നവർ അത് സത്യാന്ന് വിചാരിക്കും. അവരെ പറ്റിച്ചിട്ട് ഇവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, ചില്ലറ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ആദ്യം ഞാൻ പറഞ്ഞത് അവർക്ക് ഇതെന്തായാലും അറിയാം അവർക്ക് ഫേക്ക് ആണ്. കാരണം ഒരുപാട് പേർക്ക് ഇതുപോലെ അനുഭവം വന്നിട്ടുണ്ട്. സെപ്പറേറ്റ് ആവാത്തവരെ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്, പ്രസവിക്കാത്തവരെ പ്രസവിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോ പണ്ട് സംഭവം എന്താ പറയാ, ഞാൻ ഒരു ചെറിയൊരു കഥ പറഞ്ഞല്ലോ. പണ്ട് നമ്മളിപ്പം ഒരു പെണ്ണായിക്കോട്ടെ, ഒരു പെണ്ണുള്ള വീട്ടിൽ ഒരു അമ്മൂമ്മ ഉണ്ടാവും, അതായത് അമ്മയുണ്ടാവും, അമ്മേൻ്റെ അമ്മയുണ്ടാവും. അപ്പം അമ്മൂമ്മ പറയുന്ന ഒരു ആഗ്രഹമാണ്, മോളെ എനിക്ക് ഞാൻ മരിക്കുന്നതിന് മുന്നേ നിന്റെ കല്യാണം കഴിഞ്ഞ് കാണാൻ വല്ല ആഗ്രഹമുണ്ട്. അഥവാ നേരെ മറിച്ച് ഒരു കല്യാണം കഴിഞ്ഞ പെണ്ണാണെങ്കിലോ, മോളെ എനിക്ക് തൻ്റെ കൊച്ചിനെ കാണാൻ നല്ല ആഗ്രഹമുണ്ട്. നേരെ മറിച്ച് കൊച്ചുള്ള ഒരു കുട്ടിയാണെങ്കിലോ, മക്കളെ നിങ്ങൾ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ. അങ്ങനെ മോർ അതേപോലെയാണ് ഇവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും നിങ്ങൾ നല്ലോണം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളെ ഫൂളാക്കിക്കൊണ്ടാണ് ഇവരൊക്കെ വീഡിയോ ചെയ്യുന്നത്. അത് നിങ്ങളെ യൂസ് ചെയ്യാണ് ഇവർ ചെയ്യുന്നത്. അപ്പം മാക്സിമം മനസ്സിലാക്കണം. പിന്നെ നമ്മൾ ഇന്ത്യയിൽ ആർക്ക് വേണമെങ്കിലും ന്യൂസ് വാർത്ത വായിക്കാം, ആർക്ക് വേണമെങ്കിലും ഇതേപോലെ വാർത്തകൾ വായിച്ച് പ്രചരിപ്പിക്കാം എന്നുള്ളൊരു ഒരു പൗരന്റെ അവകാശമാണ്. അതുകൊണ്ട് മാത്രമാണ് ഇതേപോലെയുള്ള ചെറ്റത്തരം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും നമുക്കിനി ഇപ്പൊ കഴിഞ്ഞ് കുറച്ചുണ്ട്, എന്ത് ചെയ്യാൻ പറ്റൂ എന്ന് ജീവിച്ച് കാണിക്കണം. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഭയങ്കര ഇഷ്ടമായി അപ്പൊ അപ്പൊ എന്തായാലും ഞങ്ങളുടെ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗായ്സ്.
അപ്പൊ നമ്മുടെ ഈ പറയണ ഞാനിപ്പോ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു, അതുകൊണ്ട് എനിക്കൊരു കുഞ്ഞാവനായി. ഞാനൊരു ഉള്ളൊരു കാര്യം ഞാനൊരു ഉള്ള കാര്യം പറയാം. ഞങ്ങളെ ലൈഫിൽ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, ഞാൻ അഭിനയിച്ച് വീഡിയോ ഇടുകയും ചെയ്യില്ല. കാരണം ഞാൻ ഇന്നേ സംസാരിക്കുന്നത് ഇപ്പം ഞാൻ ഇവിടെ ചെറിയ വഴക്കുണ്ടെങ്കിൽ ഈ വീഡിയോ പാതിക്കുന്ന സ്റ്റോപ്പ് ആവും. ഞാൻ നിൽക്കൂല, എനിക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂല. ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ വീഡിയോയിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഞങ്ങളെ തമ്മിൽ എന്തെങ്കിലും ചെറിയൊരു സൗന്ദര്യപ്പണക്കം ഉണ്ടായാൽ ഞാൻ പിന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിരിക്കും ചിരിച്ചോണ്ട്. മേനപ്പോ പറയും എനിക്ക് മൂടില്ല, ഞാൻ ചെയ്യില്ല. ഞാൻ വീഡിയോ സ്റ്റാർട്ടാക്കി എനിക്ക് എങ്ങനെയല്ല തീർക്കണം എന്നുള്ളൊരു ചിന്തയായിരിക്കും. പക്ഷെ മാനുവിന് മൂഡ് പോയി കഴിഞ്ഞാൽ മാനു പറയും ഞാനില്ല വീഡിയോയില്, എന്റെ മൂഡ് പോയി, ഞാൻ അഭിനയിച്ചിരിക്കാനായില്ല എന്ന് പറയും മാനു. പാതി വൈകിട്ട് ഞാൻ പോവും. അത് എത്ര വലിയ ഷൂട്ടാണെങ്കിലും, ഇനി എത്ര വലിയ ആൽബാണെങ്കിലോ ഷോർട്ട് മൂവി ആണെങ്കിലോ എനിക്ക് മൂഡ് പോയാൽ പിന്നെ ഞാനത് അടുത്തേക്ക് പാതിയാക്കും, സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഇങ്ങനെ ചിന്തിക്കും. ഇപ്പൊ ഞാനിപ്പോ വലിയ ഇതിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും അയ്യോ എല്ലാരും കാണൂലേ, എല്ലാരും മുന്നിൽ അഭിനയിച്ച് നിക്കാം, അങ്ങനെ ഒരു മൈൻഡ് ആയിരിക്കും. ചെറ്റത്തരാടി അഭിനയിക്കണൊക്കെ ചെറ്റത്തരാണ്. ആ അഭിനയിക്കണ പറഞ്ഞാൽ നമ്മൾ അഭിനയം എന്ന് പറയുന്നത് എന്താ അറിയോ, നമ്മളെ സ്കില്ല്. അതായത് ഇപ്പം നമ്മള് സിനിമയിൽ തന്നെ കുറെ ആൾക്കാർ റിയലായിട്ട് ചെയ്യുന്നവരുണ്ട്, മനസ്സിലായോ? ചില ആളെ കൊണ്ട് ഇനിയിപ്പൊ ചിലവര് പറയോ മേനോടുള്ള ലൈഫ് നീ ചിരിച്ചാൽ അഭിനയിച്ചിരിക്കാന്ന്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഞാൻ പറഞ്ഞത് നമ്മൾ തമ്മിൽ എന്തെങ്കിലും സൗന്ദര്യപ്പണക്കുണ്ടെങ്കിൽ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ കട്ട് ചെയ്യാറില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓ മരം മുറിഞ്ഞു. അപ്പോ പിന്നെ എന്തായാലും മരത്തിന്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ അറിയില്ല. ഇതൊരു കളറൊന്നുമല്ല ഇങ്ങനെ ആക്കുമ്പോ. അതങ്ങനെയുണ്ട് എന്റെ ഫോണിന്റെ പ്രത്യേകത. അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ സ്നേഹം ഒരിക്കലും ഒരു ഫേക്കായിട്ട് നിങ്ങൾ കാണരുത്. കഴിഞ്ഞ വീഡിയോയിലാണെങ്കിലും ഞാനും അന്നും ഇന്നും ഒരേപോലെയാണ്. മാറിയിട്ടുള്ളത് കുറേ പേരെ മനസ്സിലാക്കി കുറേ മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ചേഞ്ച്. അങ്ങനെ കുറെ കാര്യങ്ങളും അങ്ങനെ കുറെ ക്യാമറമാൻമാരും അങ്ങനെ കുറെ ആൾക്കാരുള്ളതും കൊണ്ട് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഷൂട്ടിന് ഒരാളെ വെച്ച ഭയങ്കര ടെൻഷനാണ്. ഭയങ്കര ടെൻഷനാ. ഞാൻ പറയും ഒരാൾ ചെയ്തെന്ന് പറഞ്ഞ എന്നാ കണ്ണിൽ കാണണ്ടേ, എല്ലാരും ഒരുപോലെ അല്ലല്ലോ. ഇപ്പൊ ഉദാഹരണം തന്നെ ഇവളിപ്പം ഷൂട്ട് എടുക്കുന്ന ക്യാമറമാൻ എനിക്ക് അറിയും കൂടെ ചെയ്യില്ല. ഞാൻ അധികം ടോക്ക് തന്നെ ചെയ്തിട്ടില്ല. ഞാനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ സെറ്റ് ചെയ്യുമ്പോ ഇപ്പം ഞാൻ ഇപ്പൊ സംസാരിക്കും. ഞാൻ മുന്നേത്തെ ഒരു മേനു ആണെങ്കിൽ ഞാൻ ആ ആളോട് നല്ലോണം സംസാരിച്ച് നല്ലോണം കമ്പനി ആവും. അതിപ്പോ എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെ എല്ലാവരോടും ഞാൻ നല്ല കമ്പനി ആവും. പക്ഷെ ഇപ്പൊ ഞാൻ അധികം സംസാരിക്കാൻ തന്നെ ഒരു ഭയമാണ്, എന്തോ ഒരു പേടി. എനിക്ക് മറ്റുള്ളൊരു പേടിയൊന്നുമില്ല. ശരിക്കും പറഞ്ഞെങ്കിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള ക്യാമറമാനാണ് ഇതുവരെ നമ്മുടെ ഷൂട്ടിന് വന്നിട്ടുള്ളത്. ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള ക്യാമറമാനും ഇവന്റ് ആയിക്കോട്ടെ എല്ലാം ഇവന്റ് ക്യാമറമാനും ഇവന്റ് എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എന്തായാലും വീഡിയോ നമ്മളെ വൈൻഡപ്പ് ചെയ്യാണ് ഗായ്സ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ ഇതെല്ലാവർക്കും ഇത് നമ്മളെ വീഡിയോ ഇനിയും ഒരുപാട് ആൾക്കാർ സത്യാവസ്ഥ അറിയാൻ ഉണ്ട്. അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. തീർച്ചയായിട്ടും സത്യാവസ്ഥയുടെ മുന്നിലൂടെ നമ്മളെ പറ്റി മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ നമ്മളാണ് സത്യം പറയേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറയാം. ഇവള് ജീവനോടെ ഉണ്ട്, ഇവള് പറയുന്ന കാര്യമാണ്. ആ ഒരു ഇഷ്യൂല് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കോ ആ വീഡിയോ? പിന്നെ എന്തെല്ലാം പറഞ്ഞുണ്ടാക്കിട്ട് റബ്ബേ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഞാൻ ആ ചെറ്റത്രയും ചെയ്യില്ല. ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ അടുത്തൊരു പ്രാങ്ക് ചെയ്തില്ലേ, മേളിൽ നിന്ന് താഴേക്ക് വീഴുന്നത്. നൈറ്റ് ഇട്ടിട്ട് പോയിട്ട് മാനു ഞാൻ വീണെന്ന് പറഞ്ഞിട്ട് ബക്കറ്റ് താഴെട്ടിട്ട് ചോര പോലെ ഫാബ്രിക് പെയിന്റ് ഒക്കെ ആക്കിയിട്ട് ഞാൻ ഒരു പ്രാങ്ക് ചെയ്തില്ലേ. ആ പ്രാങ്ക് ചെയ്തപ്പോ വന്നൊരു കമന്റ് ആണ്, എന്റെ പൊന്ന് സഫ വലിയ നൈറ്റ് ഇട്ട് നീ കേറല്ലേ, എങ്ങാനും നീ നിന്റെ കാലക്കേടിന് വീണ് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിയാല് ആ പാവം മേനോട് തലയിലിരിക്കും. ഒന്നും ചെയ്യാണ്ട് തന്നെ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കാം. മീൻസ് ഞാൻ വീഴാതിരിക്കാൻ നോക്കാം. കാരണം എന്തെങ്കിലും പറ്റിയെങ്കിൽ ഞാൻ മേനോട് പറയാറുണ്ട് എന്റെ പൊന്നു ആ ഒരു വ്യക്തിക്ക് എന്തായാലും ലവ് യു. ഞാൻ അല്ലാണ്ട് ഞാൻ എന്തെങ്കിലും പ്രശ്നത്തിൽ പഠിച്ചു പോയി കഴിഞ്ഞാല് തലയിലിരിക്കുന്ന മേനോട് ഒന്നാമതൊരു ഭാര്യ സൂസൈഡ് ചെയ്യുന്നതാണ്. പിന്നെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ, ഇടയ്ക്ക് ഫ്രണ്ട്സ് പറയാൻ അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരുമില്ല. ഇപ്പൊ എനിക്ക് ഇങ്ങനെ കമ്പനിയിൽ കുറെ, അപ്പൊ കമ്പനിയിൽ ആരെങ്കിലും ഇങ്ങനെ വിളിച്ചിട്ട് എടാ നമുക്ക് ജീവിതം അടുത്തറിയാൻ മരിക്കാൻ പോകും. അപ്പാട് എന്റെ മനസ്സിൽ അല്ല ഇനി പറന്ന് മരിച്ച എന്നെ കോളാക്കുകയും ചെയ്തു. എന്നെ മരിച്ചപ്പോ ഞാൻ കൊന്നു അറിയില്ലേ, അപ്പൊ ഞാനീ ജീവിക്കുന്നില്ല. അപ്പാട് ഞാൻ സ്വപ്നം കാണണമെന്ന് പറയും, ഞാൻ തൂങ്ങി മരിക്കണത്.
തല താത്ത് കണ്ണ് മാത്രമേ ഉള്ളൂ. ഞാൻ പോയിട്ട് തൂങ്ങി മരിക്കാം, വേറെ വഴിയില്ല എനിക്ക്. ഇതും ഞാൻ കൊന്നെന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കും, അല്ലാ ഇപ്പൊ ഇനി എന്നെ വിളിച്ചിട്ട് മൈര എന്തിനാണ് ഈ മേലെ എനിക്ക് മരിക്കാൻ തോന്നുന്നല്ല, എന്നെ വിളിച്ചിട്ട് എന്തിനാണ് പറയണേ. ഇതൊക്കെയോ ഫുള്ള് ആകെ ഇപ്പൊ ഓരോരോ കാര്യത്തിൽ ടെൻഷനും പേടിയൊക്കെയാണ്. എവിടെയും എന്താ പറയാ, എല്ലാ കാര്യത്തിലും ഭയങ്കര മനസ്സിനൊരു പ്രത്യേക ഒരു വേദന ചിലത് ചിന്തിക്കുമ്പോഴൊക്കെ. അപ്പൊ എന്തായാലും അതിനുള്ളൊക്കെ പടച്ചോൻ കൊടുക്കട്ടെ എല്ലാവർക്കും, എവിടെയാണെങ്കിലും പടച്ചോൻ അതിനുള്ള അനുഭവം എന്നെ ഇങ്ങനെ പറയിപ്പിക്കാൻ കാരണക്കാർ ആരൊക്കെയാണോ അവർക്കൊക്കെ പടച്ചോൻ നല്ലത് വരുത്താതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുള്ളൂ. അതിന് നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. നിസ്കരിച്ചാലും കാര്യമില്ല, മറ്റുള്ളവരെ ഞാൻ ഒരു കാര്യം, 5 റക്കാത്ത് നിസ്കരിച്ചുകൊണ്ട് കാര്യമില്ല, 5 നിങ്ങളെ ഉംറ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളൊരു മനുഷ്യൻ നന്നായിട്ട് ജീവിക്കാൻ ഉള്ളത് മാത്രം. കാരണം നിസ്കാരം എന്ന് പറയുന്നത് അത് നമ്മുടെ ഓരോ വ്യക്തികളുടെയും അവകാശമാണ്, നിർബന്ധമാണ്. അല്ലാണ്ട് നിസ്കരിക്കുന്നത് ഒരിക്കലും ഒരു നമ്മൾ അള്ളാഹ്ക്ക് അതായത് നിസ്കരിക്കണത് ഞാൻ ഒരു പുണ്യപ്രവൃത്തി ചെയ്യുന്നതെന്ന് വിചാരിക്കരുത്. അത് നിങ്ങളെ കടമ മാത്രമാണ്. അത് കടമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ മറ്റുള്ളവരെ നോണ പറയാ, പിത്തിനെ പറയാ, ഇതാണ് പടച്ചോൻ പൊരുത്തപ്പെടാൻ പറ്റാത്തപ്പോൾ നിങ്ങൾ വ്യഭിചരിച്ചോ പടച്ചോൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരും, നിങ്ങൾ കള്ളു കുടിച്ചോ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരും. പക്ഷേ ഇല്ലേ, നിങ്ങൾ ഈ പിത്തിനെ പറഞ്ഞുണ്ടാക്കുക, മറ്റുള്ള ഒരാളെ വേദനിപ്പിക്കുക, ഇതൊന്നും പടച്ചോൻ ഒരിക്കലും പൊരുത്തപ്പെട്ട് തരാൻ പോകുന്നില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ഇതേപോലെയുള്ള ഈ ഒരു തള്ളച്ചിക്കൊന്നും ഒരിക്കലും പടച്ചോൻ പൊരുത്തപ്പെട്ട് കൊടുക്കുകയും ചെയ്യില്ല, പൊരുത്തപ്പെട്ട് കൊടുക്കാണ്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പടച്ചോൻ. ആമീൻ ആമീൻ. അപ്പോൾ എന്തായാലും ബൈ.